അല്ല, ഈ തർക്കങ്ങൾ ദൗർഭാഗ്യകരമാണ്, പാടില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ തർക്കമുള്ള വിഷയങ്ങളിൽ മിതത്വം പാലിക്കേണ്ടതാണ് അച്ചടക്കമുള്ള പാർട്ടിക്കാരുടെ കടമ. തർക്കാരം ഉണ്ടാക്കുന്നത് തർക്കമല്ല വിഷയം, തർക്കമുണ്ടാക്കുന്നവരുടെ വിഷയം. അതെല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഏത് നേതാവിനെ അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും നടപടി തെറ്റാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഏത് നേതാവിനെ അനുകൂലിച്ചായാലും പ്രതികൂലിച്ച് നടക്കുന്ന പ്രവർത്തനമോ പ്രകടനമോ അത് തെറ്റാണ്, പാർട്ടി വിരുദ്ധമാണ്. ആരെ പ്രഖ്യാപിച്ചാലും കോഴിക്കോട്ടെ കോൺഗ്രസ് പെട്ടെന്നുണ്ടാവില്ല, വളരെ പെട്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെന്താ കഴിഞ്ഞ തവണ റിസൾട്ട് വന്ന് എത്ര ദിവസം കഴിഞ്ഞാൽ പിണറായി സത്യം ചെയ്തത്? ഞങ്ങൾക്കൊരു സമയം എന്താ, നിങ്ങൾ ഒരു പ്രോസസ് ഇല്ലേ? ആ പ്രോസസ് പൂർത്തീകരിക്കട്ടെ. നിങ്ങളെയാണോ പെൺകുട്ടി ഫോൺ വിളിച്ച് വീഡിയോ സപ്പോർട്ട് ചെയ്യണം? അങ്ങനെ പലരും വിളിക്കുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഏതെല്ലാം ഒരു അനോണിമസ് കോൾ വരുന്നുണ്ട്, ചിലർ വിളിക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ട്, അത്ര തന്നെ. എല്ലാവരും വീഡിയോസിനാണ് ആവശ്യപ്പെടുന്നത്. അല്ല, അത് ഞാൻ എല്ലാ ഘടകങ്ങളും അതെ. ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ആരെയാണോ അവരെ ശിരസാ വഹിക്കും കോഴിക്കോട്ടെ.